നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലം പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും 12-ൽ നിന്നിരുന്ന വ്യാഴൻ ജന്മത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ 12ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ 2ാം ഭാവത്തിൽ ദിഗ്ദ്വാദശ യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് ഉള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനും അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരം കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് നേതൃത്വപരമായിട്ട് അനുഭവപ്പെടാനും സാധ്യതയുള്ളത് കാരണം സംസാരം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് ചെറിയ തടസ്സങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ശുക്രൻ കൂടി, അതായത് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനെ നിവർത്തി സ്ഥാനത്ത് വരുന്നത് ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ 12-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും ഒരു പരസ്പര ഭേദം ഈ നക്ഷത്രങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കാരണം കൊണ്ട് ഗുണഫലങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ചില സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മറ്റൊരാൾ സഹായിച്ചിട്ടോ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചാൽ അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അനുകൂലമാകുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. അതുമാത്രവുമല്ല, ശത്രുസ്ഥാനത്തേക്ക് 5ാം ഭാവാധിപതി മാറുന്നത് കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളും വേണ്ടപ്പെട്ട ഒരു ശത്രുക്കളാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യണം. അതേപോലെ തന്നെ കണ്ടകശനി ആയതുകൊണ്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. 2ാം ഭാവത്തിൽ ദുരിതഭവനാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ സംസാരം വളരെ ശ്രദ്ധിച്ച് വേണം. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അത് അവർക്ക് നേതൃത്വപരമായിട്ട് എടുത്തിയാടി ഓർഡർ ഇടുന്ന രീതിയിൽ അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ തന്ത്രപരമായും അത് സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെറിയ കാര്യത്തിന്, നിസ്സാര കാര്യങ്ങൾക്ക് മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ മക്കളെ പ്രതിയുള്ള ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും. പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. പ്രിയകലഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യ പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ചെറിയ കാര്യത്തിന് പിണക്കം ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക, നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ മാസത്തിൽ വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.